പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം. പാക് സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കാൻ ധാരണ. ബെയ്ദു ഉപഗ്രഹ സേവനമാണ് ലഭ്യമാക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, പാകിസ്ഥാന് വീണ്ടും ചൈന സഹായം നൽകാനുള്ള ഇതായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അക്ഷയ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബെയ്ദു സാറ്റലൈറ്റ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ മുഴുവൻ, അതായത് സാറ്റലൈറ്റുകളുടെ ഈ GPS സംവിധാനം പോലുള്ള സാറ്റലൈറ്റുകളുടെ കോൺസ്റ്റലേഷൻ എല്ലാം ചേർത്ത് വിമാനങ്ങൾക്ക് ഗതി നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന എല്ലാവിധ റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്നു പോയ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സേവനം, അതായത് പൊസിഷനിങ് സിസ്റ്റത്തിന്റെ സേവനം, വിമാനങ്ങളെ ഗതി നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്ന സാറ്റലൈറ്റുകളുടെ സേവനം നൽകാനുള്ളൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇവർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചുകൊണ്ട് അക്കാര്യം നടപ്പാക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക സംവിധാനമാണ് എന്ന് നേരത്തെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഏത് രീതിയിലുള്ള ധാരണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിയത് എന്നത് കൂടുതൽ വ്യക്തതയില്ല എന്നതാണ് വസ്തുത. നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ പാകിസ്ഥാൻ സേനയുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ സാങ്കേതിക പിന്തുണ നൽകാനുള്ള ഒരു നീക്കമാണ് നൽകുന്നത്. ഗ്ലോബൽ പൊസിഷനിങ്, ലോകം മുഴുവനും കവറേജ് ഉള്ള ഒരു സംവിധാനമാണ് ചൈനയുടെ ഈ കോൺസ്റ്റലേഷൻ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ഈ നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങളിൽ ഒരു പരിധിവരെ റെസ്ട്രിക്റ്റഡ് ആയ, അല്ലെങ്കിൽ പാകിസ്ഥാന് മാത്രം പ്രയോജനപ്പെടുന്ന, പാകിസ്ഥാന്റെ അതിർത്തിയിൽ മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിലും ആണ് നൽകുക എന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളോ ഒന്നും തന്നെ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സാറ്റലൈറ്റ് സേവനം, തകർന്നടിഞ്ഞു പോയ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനിലെ വിമാനങ്ങൾക്ക്, പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾക്ക് വീണ്ടും എയർ സോട്ടികൾ അല്ലെങ്കിൽ വിമാനം പറക്കുന്നതിനും അതുപോലെ തന്നെ അനുബന്ധ പരിശീലനങ്ങൾ നേടുന്നതിനുമുള്ള ഈ കമ്മ്യൂണിക്കേഷൻ തകർന്നുപോയ സംവിധാനത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. വലിയൊരു അളവോളം അതിർത്തിയിലും പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംവിധാനം തകർന്നു കിടക്കുന്നതിനാൽ ആ മേഖലകളിലെല്ലാം തന്നെ സൈനിക പരിശീലനത്തിനും അതുപോലെ തന്നെ വ്യോമ പരിശീലനത്തിനും സാങ്കേതികമായ ആവശ്യങ്ങൾക്ക് പോലും സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, സഹകരണ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സഹകരണം ലഭ്യമാകുന്നതോടുകൂടി കുറേയൊക്കെ സൈനിക വിമാനങ്ങൾക്ക് പഴയ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊരു യുദ്ധത്തിനുള്ള നീക്കമായി അല്ലെങ്കിൽ ഭാരതത്തെ ആക്രമിക്കാനുള്ള ഒരു നീക്കമായി പ്രയോജനപ്പെടുത്തുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈനയുമായി ഈ ധാരണ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ വേണം എന്ന നിഗമനം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ അന്താരാഷ്ട്ര സമൂഹം പലരും എത്തിയിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഈ സംവിധാനങ്ങൾ ഭാരതത്തിനെതിരെ പ്രയോഗിക്കത്തക്ക കാര്യക്ഷമതയുള്ളതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നതെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായാലും സൈനിക സഹായത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രോണിക് സാറ്റലൈറ്റ് സേവനങ്ങൾ പാകിസ്ഥാനിൽ ലഭ്യമാക്കുന്നതിനുള്ള ധാരണ നടപ്പാകാനിരിക്കുന്നു ചൈനയുമായി എന്നത് ഒരു അന്താരാഷ്ട്ര ധാരണയുടെ ഭാഗമായി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, പാകിസ്ഥാന് വീണ്ടും ചൈനീസ് സഹായം, പാക് സൈന്യത്തിന് ഉപഗ്രഹ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് ചൈന. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.